എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 40 ശ്ലോകം 9, 10, 11, 12 4 ശ്ലോകങ്ങളിൽ നിന്ന് നമുക്ക് നോക്കാം. അക്രൂരന്റെ സ്തുതി തുടരണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 9. സർവയേവ യജന്തി ത്വാം സർവദേവമഹേശ്വരം യേപ്യന്യദേവതാ ഭക്താ യദ്യപ്യന്യധിയ പ്രഭോ. ആരൊക്കെയാണോ ഖണ്ഡാകർണൻ, കുട്ടിച്ചാത്തൻ മുതലായ ക്ഷുദ്ര ദേവതകളെ ഭജിക്കുന്നത് അവരും അങ്ങയെ തന്നെ ഭജിക്കുന്നു എന്നാണ് പറയുന്നത്. ശിവൻ തന്നെയാണ് വലുത് എന്ന് ശൈവന്മാരും വിഷ്ണു തന്നെയാണ് വലുതെന്ന് വൈഷ്ണവരും അങ്ങനെ പറഞ്ഞിട്ട് അന്യോന്യം കലഹിക്കുന്നവരാ അവരെല്ലാവരും ഏകദൈവത്തെ ഉപാസിക്കുന്നവരെന്ന് വരുന്നത് എങ്ങനെയാ എന്ന് അപ്പൊ അത് അങ്ങനെ ഒരു ശങ്ക ഉണ്ടാവില്ലേ? ഉപാസകന്മാരുടെ ബുദ്ധിമാത്ര ഭേദമല്ലാതെ വസ്തുഭേദം ഇല്ല എന്നുള്ള തത്വം ഈ ശ്ലോകത്തില് സ്പഷ്ടമായിട്ട് പറയണം. ഹേ പ്രഭു, സർവദേവതാ സ്വരൂപനായിരിക്കുന്ന നിന്തിരുവടിയെ തന്നെ എല്ലാവരും യജിക്കണം. എന്തുകൊണ്ടെന്നാൽ സകല പ്രാണികളുടെയും കർമാനുസരണമായ ഫലം ദാനം ചെയ്ത് അവരെ അതാതു വ്യാപാരങ്ങളിൽ പ്രവർത്തിപ്പിച്ച് ഈ ലോകത്തെ നിലനിർത്തുന്ന സർവേശ്വരൻ നിന്തിരുവടിയേകനല്ലാതെ മറ്റൊരുവൻ ഉപാസ്യനായിട്ടില്ല. ഓരോരുത്തര് അവരവരുടെ ബുദ്ധിഭേദം അനുസരിച്ച് നിന്തിരുവടിക്ക് ഓരോരോ നാമരൂപങ്ങൾ കൽപ്പിക്കുന്നു. നാമരൂപങ്ങളെല്ലാം കൽപ്പിതങ്ങൾ, വസ്തു മാത്രം പരമാർത്ഥം. പനിനീർ പുഷ്പത്തെ എന്തു പേര് പറഞ്ഞു വിളിച്ചാലും അതിന്റെ ആ സൗരഭ്യാദി ഗുണങ്ങൾക്ക് യാതൊരു ഭേദവും ഇല്ലാത്തതുപോലെ ഏതുവിധ നാമരൂപങ്ങൾ കൽപ്പിച്ചു ഭജിക്കുന്നവരും അങ്ങേ തന്നെ സേവിക്കുന്നവരാകയാൽ അവരുടെ സങ്കല്പം അനുസരിച്ചുള്ള നാമരൂപങ്ങൾ ധരിച്ചുകൊണ്ട് അവർക്കെല്ലാവർക്കും സങ്കല്പിച്ച ഫലങ്ങൾ നൽകുന്നു. ബുദ്ധിയെ ആശ്രയിച്ചിരിക്കുന്ന ശുദ്ധി അശുദ്ധികൾ നിമിത്തം ദേവതാഭേദ ബുദ്ധി ഉപാസകന്മാർക്കുണ്ടാകുന്നു എങ്കിലും നിന്തിരുവടിക്ക് യാതൊരു ഭേദവും ഇല്ല. ഭഗവാൻ ഇതൊന്നും ബാധകല്ല. യഥാദിപ്രഭവാ നദ്യ പർജന്യാപൂരിതാ പ്രഭോ വിശന്തി സർവത സിന്ധും ത്വദ്വത്വാം ഗതയോന്തത. അതുകൊണ്ട് സകല മാർഗങ്ങളും നിന്തിരുവടിയിൽ പര്യവസാനിക്കുന്നു എന്ന് ദൃഷ്ടാന്തപൂർവം പറയണം. പർവ്വതങ്ങളിൽ നിന്ന് ഉത്ഗമിക്കുന്ന നദികളിൽ മഴ പെയ്ത് ജലം നിറയുമ്പോൾ ഓരോ ദിക്കുകളിൽ കൂടി ഒഴുകി പല സ്ഥലങ്ങളിൽ കൂടി ഇങ്ങനെ ഒഴുകി ഒഴുകി ഏതുവിധം സമുദ്രത്തിൽ ചെന്നു ചേരുന്നുവോ അതുപോലെ ഭജനമാർഗങ്ങളെല്ലാം അവസാനത്തില് നിന്തിരുവടിയിൽ തന്നെ വന്നു ചേരുന്നു. അങ്ങനെയാണെങ്കിൽ സാക്ഷാത് ശ്രീനാരായണനായ നിന്തിരുവടിയെ ഭജിക്കുന്നവർക്കും ക്ഷുദ്രദേവതകളെ ആരാധിക്കുന്നവർക്കും ഭേദമൊന്നുമില്ലല്ലോ എന്ന് ആർക്കെങ്കിലും ശങ്കയുണ്ടെങ്കിൽ അതിനുള്ള സമാധാനം പറയാണ്. അവസാനം, അതായത് അന്ധത അവസാനത്തില് എല്ലാ വഴികളും നിന്തിരുവടിയിൽ ചേരുന്നു എന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ സാക്ഷാൽ ഭഗവാനെ ഭജിക്കുന്നവർ വിധിപ്രകാരം ഭജിക്കുകയും ദേഹം നശിക്കുന്ന സമയത്ത് ഭഗവാനോട് ചേരുകയും ചെയ്യണം. ക്ഷുദ്രദേവതകളെ ഭജിക്കുന്നവരോ ദേഹനാശാനന്തരം ആ ദേവതകളോട് ചേരുന്നു. അവർക്ക്, അതായത് ആ ദേവതകൾക്ക് എത്ര കാലം അവരുടെ അധികാരം നടത്തേണ്ടതായിട്ടുണ്ടോ അത്രയും കാലം ആ ദേവതകളുടെ ഭക്തന്മാര് അവരോടുകൂടി ചേർന്നിരിക്കും. അവസാനം ആ ദേവതകളോടുകൂടി ഭഗവാനെ പ്രാപിക്കുകയും ചെയ്യുന്നു. ഓരോ ഭജനമാർഗങ്ങള് നദികൾ പോലെയും ഭഗവാൻ സമുദ്രം പോലെയുമാണ്. ചില നദികള് നേരിട്ട് സമുദ്രത്തിൽ ചെന്ന് ചേരും. മറ്റു ചില ചെറിയ നദികള് വേറെ നദികളോടൊക്കെ കൂടി ചേർന്ന് കുറെ പല സ്ഥലത്തു കൂടിയൊക്കെ ഒഴുകിയതിനു ശേഷം മഹാനദികളുടെ സഹായത്തോടു കൂടി സമുദ്രത്തിൽ ചേരുന്നത് പോലെ ശുദ്ധ സത്വ ഗുണപ്രധാനന്മാരായ ആചാര്യന്മാരുടെ മാർഗത്തെ ആദരിക്കുന്ന സാത്വിക ഭക്തന്മാരും ഇന്ദ്രാദിദേവന്മാരെ ആരാധിക്കുന്ന രാജസ ഭക്തന്മാരും ഭൂതപ്രേതാദികളെ ആരാധിക്കുന്ന താമസ ഭക്തന്മാരും ഭഗവാനെ പ്രാപിക്കുന്നതിൽ വ്യത്യാസമുണ്ട്. ചിലര് വേഗം ചെന്ന് ചേരും, ചിലര് കുറച്ച് താമസം എടുക്കും. സമയഭേദം ഉണ്ടെന്നർത്ഥം. പക്ഷേ അവസാന ഫലത്തിന് ഭേദമൊന്നുമില്ല.
അവസാനം ഭഗവാനിൽ തന്നെ ചെന്നു ചേരും. അവസാന ഫലത്തിന് ഭേദമൊന്നും ഇല്ലെങ്കിലും രാജസ താമസ ഭക്തന്മാരുടെ ദുഃഖനിവൃത്തിയും ആനന്ദപ്രാപ്തിയും അനേക ജന്മങ്ങൾ കൊണ്ടാണ് ഉണ്ടാവുക. സാത്വിക ഭക്തന്മാർക്ക് വർത്തമാന ശരീരം നശിക്കുന്ന സമയത്ത് ഉടനെ സാധിക്കും. ഈ ഭേദമുള്ളത് കൊണ്ട് സാത്വിക മാർഗം തന്നെയാണ് ഉത്തമം. രാജസമാർഗം മധ്യമം, താമസമാർഗം അധമം എന്ന് ഭേദമുണ്ട് എന്ന് സ്പഷ്ടമായിട്ട് പറയുന്നു. സത്വം രജസ്തമൈതി ഭവത പ്രകൃതേർഗുണാ തേഷു ഹി പ്രാകൃതാ പ്രോതാ ആ ബ്രഹ്മസ്ഥാവരാദയ. നിന്തിരുവടിയുടെ ശക്തിസ്വരൂപിണിയായിരിക്കുന്ന പ്രകൃതിയിൽ സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങൾ ഇരിക്കുന്നു. ബ്രഹ്മാവ് തുടങ്ങി സ്ഥാവരങ്ങൾ വരെയുള്ള സകല ചരാചരങ്ങളും പ്രകൃതി കാര്യങ്ങളാകയാൽ സത്വാദി ഗുണങ്ങളെ ആശ്രയിച്ചിരിക്കുന്നവരാകുന്നു. ഓരോരോ ജീവന്മാരും അവരവര് ഏതേതു ഗുണങ്ങളെ പ്രധാനമായി ആശ്രയിച്ചിരിക്കുന്നുവോ ആ ഗുണം അധികരിച്ചിരിക്കുന്ന ദേവതകളെ ആരാധിക്കണം. ജീവന്മാര് ഗുണങ്ങളെയും, ഗുണങ്ങള് പ്രകൃതിയെയും, പ്രകൃതി ഭഗവാനെയും ആശ്രയിക്കുന്നു. അതുകൊണ്ട് ക്രമേണ ഉപാധി ലയിക്കുമ്പോൾ എല്ലാവരും ഭഗവാനെ തന്നെ ആശ്രയിക്കണം. പ്രകൃതി ഭഗവാന്റെ ശക്തിയാണ്. ശക്തിയും ശക്തനും ഒന്ന് തന്നെ ആകയാൽ പ്രകൃതികാര്യ സമുൽപ്പന്മാരായ ബ്രഹ്മാദി ദേവന്മാര് ഭഗവാനിൽ നിന്ന് ഭിന്നന്മാരല്ല. അതിനാൽ അങ്ങ് ഭഗവാനെ അവിടുന്ന് സർവദേവമയനാകുന്നു. അതുകൊണ്ട് ഏതു നാമരൂപങ്ങളുള്ള ദേവന്മാരെ ഭജിക്കുന്നവരും സൂക്ഷ്മത്തിൽ അങ്ങയെ തന്നെ ഭജിക്കുന്നുവെന്നും ഈ ശ്ലോകത്തിന്റെ സാരം. തുഭ്യം നമസ്തേ സ്ത്വവിഷക്തദൃഷ്ടയേ സർവാത്മനേ സർവധിയാം ച സാക്ഷിണേ ഗുണപ്രവാഹോയം അവിദ്യയാ കൃത പ്രവർത്തതേ ദേവ നിർദിർയഗാത്മസു. മുമ്പത്തെ ശ്ലോകം കൊണ്ട് ഭഗവാനും പ്രകൃതി സംബന്ധം ഉണ്ടെന്ന് സൂചിപ്പിച്ചുല്ലോ. അപ്പൊ സാധാരണ ജീവന്മാർക്കും ഭഗവാനും തമ്മിൽ എന്തു ഭേദം എന്നപ്പോൾ ഒരു ശങ്ക ഉണ്ടാവില്ലേ? അതിന് ഭേദമുണ്ട്, നല്ല ഭേദമുണ്ടെന്നത് ഉറപ്പിച്ചു പറയാണ് ഈ ശ്ലോകത്തില്. ഹേ ഭഗവൻ, ഇന്ദിരുവടി സാധാരണ ജീവന്മാരെ പോലെ ഒരു ശരീരത്തെ ധരിച്ചിരിക്കുന്നു എങ്കിലും ഈ ശരീരധാരണം കർമ്മനിമിത്തമല്ല, സ്വേച്ഛ നിമിത്തമാകുന്നു. സർവാത്മാവായിരിക്കുന്ന അങ്ങയ്ക്ക് ഞാനെന്നും എന്റേതെന്നുമുള്ള ഭേദഭാവനയ്ക്ക് അവകാശമില്ലാത്തതുകൊണ്ട് അങ്ങയുടെ ബുദ്ധി യാതൊന്നിനോടും ചേർന്നിരിക്കുന്നില്ല. തന്നെ കൂടാതെ അന്യം ഉണ്ടെന്നുള്ള ഭ്രമമുള്ളവർക്ക് മാത്രമേ ഞാൻ, നീ, എന്റെ, നിന്റെ എന്നുള്ള ഭാവന ഉണ്ടാവുള്ളൂ. ഈശ്വരൻ സർവാന്തര്യാമിയാകൊണ്ട് അത്യാസക്തി ഇല്ലാത്തവനാകുന്നു, അന്യ ആസക്തി ഇല്ലാത്തവനാണ് എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് മാത്രമല്ല അങ്ങ് സർവബുദ്ധി സാക്ഷിയുമാകുന്നു. സാക്ഷി ഉദാസീനനാകയാൽ ഒരു ഭാഗത്തേക്കും പ്രത്യേകം തൂങ്ങി നിൽക്കുന്നവനല്ല. സാക്ഷിക്ക് അങ്ങനെയൊന്നുമില്ല, ആരോടും പ്രത്യേകതയില്ല. അതുകൊണ്ട് ഭഗവാനെ അവിടുന്ന് നിർലേപനും നിത്യതൃപ്തനും ഉദാസീനനും ആകുന്നു. സാധാരണ ജീവന്മാരാകട്ടെ സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങൾ നിമിത്തം വിശുദ്ധജ്ഞാന സ്വരൂപനായ ആത്മാവിന്റെ ബോധം അവർക്കില്ലാത്തതിനാൽ ദേവ, മനുഷ്യ, തിര്യക്ക് ആദി ശരീരങ്ങൾ ധരിച്ച് ഞാൻ സുഖി, ഞാൻ ദുഃഖി എന്നുള്ള വിചാരങ്ങളോടുകൂടി പ്രവൃത്തി മാർഗത്തിൽ കിടന്നിങ്ങനെ തിരിഞ്ഞുകൊണ്ട് ജനന മരണ പ്രവാഹ രൂപമായ സംസാരത്തിൽ നിന്ന് കരകയറാൻ സാധിക്കാതെ അതിൽ തന്നെ മുങ്ങിപ്പൊങ്ങി കുഴങ്ങുന്നു. ഇങ്ങനെ അകൃതാർത്ഥരായ ജീവന്മാർക്കും നിത്യതൃപ്തനായ നിന്തിരുവടിക്കും തമ്മിൽ വളരെ ഭേദമുണ്ട്, വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഞാൻ സംസാര ദുഃഖ നിവൃത്തിക്കായി നിന്തിരുവടിയെ നമസ്കരിക്കുന്നു എന്നാണ് ക്രൗരം പറയുന്നത്. നിന്തിരുവടിയുടെ കൃപാദൃഷ്ടി എന്നിലുണ്ടായ അവിദ്യാകൃതമായിരിക്കുന്ന സ്വരൂപ അജ്ഞാനത്തെ നശിപ്പിച്ച് സംസാര സമുദ്രത്തിൽ നിന്ന് എന്നെ കരകയറ്റി വിടണമേ എന്നതാ അക്രൂരൻ പ്രാർത്ഥിക്കുന്നു ഈ ശ്ലോകത്തില്. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.